നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്കിലെ ദിനനിക്ഷേപ ഏജന്റുമാരുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സലാം സമരപ്രഖ്യാപന കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ബീച്ചിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന സഞ്ചാരികളുടെ ആവശ്യം ശക്തമാകുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം ബീച്ചിലേക്ക് എത്തുന്നവർ ഭീതിയോടെയാണ് ഇവിടെ സമയം ചിലവഴിക്കുന്നത്. കേരള NGO യൂണിയൻ റെഡ് സ്റ്റാർ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ ജീവനക്കാരുടെ ജില്ലാ കായികമേള നടത്തി. അമ്പലപ്പുഴ MLA H. സലാം കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സംസ്ഥാന നെൽനാളികേര കർഷക ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ജോസഫ് മുരിക്കിന്റെ 50ാം ചരമവാർഷികാനുസ്മരണ സമ്മേളനം നടത്തി. ആലപ്പുഴ ചടയൻമുറി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് സാമൂഹിക പ്രവർത്തകൻ ജോസഫ് മാരാരിക്കുളം ഉദ്ഘാടനം ചെയ്തു. പുറക്കാട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം മഴവില്ല് 2024 H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനൻ ചടങ്ങിൽ അധ്യക്ഷനായി. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്കിലെ ദിനനിക്ഷേപ ഏജന്റുമാരുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. H. സലാം MLA സമരപ്രഖ്യാപന കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്കിലെ ദിനനിക്ഷേപ ഏജന്റുമാരുടെ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. H. സലാം MLA സമരപ്രഖ്യാപന കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലി അസ്ഥിരപ്പെട്ടു പോകാൻ പാടില്ല, ജോലി ഇല്ലാതായി പോകുന്ന അവസ്ഥ വരാൻ പാടില്ല. ഈ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ സ്വാഭാവികമായും ഓരോ കുടുംബങ്ങളും ഒരു അല്പം അരക്ഷിതമായ മാനസികാവസ്ഥയിലാണ്. റിസർവ് ബാങ്കിന്റെ നിബന്ധന അനുസരിച്ച് കേരള ബാങ്ക് ആന്തരിക പ്രവർത്തിക്കുമ്പോൾ ആ നിബന്ധനയുടെ എവിടെയും ഈ പറഞ്ഞതുപോലെ ഡെയിലി കളക്ഷൻ ഏജന്റ് എന്ന ഒരു ഭാഗം വരുന്നില്ല. ആ ഒരു പ്രശ്നം നേരത്തെ ജില്ലാ ബാങ്കായി പ്രവർത്തിക്കുന്ന കാലത്തുള്ള ഒരു നമ്മുടെ ജോലിക്കുള്ള ഒരു സന്ദർഭമല്ല ഇപ്പോൾ ഉള്ള. ആ വ്യത്യാസം വന്നിട്ടുണ്ട്. ആ വ്യത്യാസം വരുമ്പോഴും എങ്ങനെ നമ്മുടെ ജോലിക്ക് പ്രയാസമില്ലാതെ നമ്മുടെ ജോലി എങ്ങനെ ഈ മാസം 19, 20 തീയതികളിലായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന് മുന്നോടിയായിട്ടാണ് കൺവെൻഷൻ നടത്തിയത്. കേരള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷനിൽ സമരസമിതി ചെയർമാൻ S. വിശ്വകുമാർ അധ്യക്ഷനായി. LDC യൂണിയൻ CITU സംസ്ഥാന പ്രസിഡന്റ് TY ജോസ്, കേരള ബാങ്ക് കളക്ഷൻ ഏജന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി C. അമൃതദേവൻ, SC സുരേഷ്, HHB മോഹനൻ, ചന്ദ്രബാബു, KC ജയകുമാർ എന്നിവർ സംസാരിച്ചു. സമരസമിതി കൺവീനർ PB സിജി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ ബീച്ചിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന സഞ്ചാരികളുടെ ആവശ്യം ശക്തമാകുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം ബീച്ചിലേക്ക് എത്തുന്നവർ ഭീതിയിലാണ് ഇവിടെ സമയം ചെലവഴിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ ബീച്ചിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഇപ്പോൾ ഭയന്നിട്ടാണ് ഇവിടെ നിന്നും മടങ്ങുന്നത്. കാരണം എന്താണെന്നല്ലേ? തെരുവുനായ ശല്യം തന്നെ. സൂര്യാസ്തമയം കഴിഞ്ഞാൽ കിഴക്കിന്റെ വെനീസിലെ ഈ സുന്ദര ബീച്ച് ആസ്വദിക്കാനെത്തുന്നവരുടെ സുരക്ഷയുടെ കാര്യം അല്പം കഠിനമാണ്. ഏത് സമയവും തെരുവുനായയുടെ ആക്രമണമുണ്ടാകുമെന്ന ഭീതിയിലാണ് സഞ്ചാരികൾ ഇപ്പോൾ ബീച്ചിൽ സമയം ചെലവിടുന്നത്. കഴിഞ്ഞ 30 ദിവസത്തിനിടെ ബീച്ചിലും റെയിൽവേ സ്റ്റേഷനിലും ബീച്ചിന്റെ മറ്റ് സമീപ പ്രദേശങ്ങളിലുമായി നിരവധി പേരാണ് തെരുവുനായയുടെ ആക്രമണത്തിനിരയായത്. എന്നാൽ തെരുവുനായ വിഷയം പരിഹരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളോ ജനപ്രതിനിധികളോ യാതൊന്നും ചെയ്യുന്നില്ല എന്ന പരാതിയും ഇപ്പോൾ സഞ്ചാരികളും പ്രദേശത്തെ വ്യാപാരികളും ഉന്നയിക്കുന്നുണ്ട്. ക്രിസ്തുമസ് പരീക്ഷ കഴിയുന്നതോടെ പുതുവത്സരം ആഘോഷിക്കാനായി സ്വദേശ വിദേശ വ്യത്യാസമില്ലാതെ കുട്ടികളടക്കം 10,000-കണക്കിന് പേർ ആലപ്പുഴ ബീച്ചിലേക്ക് ഒഴുകിയെത്തും. അത് മുന്നിൽ കണ്ടെങ്കിലും തെരുവുനായ ശല്യത്തിന് അറുതി വരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യമുന്നയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഒരുപറ്റം വ്യാപാരികളും ഇവിടേക്കെത്തുന്ന സഞ്ചാരികളും. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കേരള NGO യൂണിയൻ റെഡ് സ്റ്റാർ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ ജീവനക്കാരുടെ ജില്ലാ കായികമേള നടത്തി. അമ്പലപ്പുഴ MLA H. സലാം കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള NGO യൂണിയൻ റെഡ് സ്റ്റാർ കലാവേദി നടത്തിയ സർക്കാർ ജീവനക്കാരുടെ ജില്ലാ കായികമേള H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരായി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു
ഒരു പ്രധാന പൊതുവിലേക്ക് എത്തി സ്വന്തമായ വരുമാനം ആർജിച്ച് ജീവിതത്തിലേക്ക് കടന്നു നിൽക്കുന്ന ഒരു സന്ദർഭം വന്നാൽ മിക്കവാറും പൊതുവെ ആളുകൾ പിന്നെ വേറെ ഏത് തരത്തിലേക്കുള്ള കഴിവുകളുണ്ടെങ്കിലും അതെല്ലാം പലപ്പോഴും ബ്രേക്ക് ചെയ്യപ്പെടുമെന്നുള്ളതാണ് പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യം. അങ്ങനെയാണ് അത് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നന്നായി കലാപരമായ കഴിവുണ്ട്, അല്ലെങ്കിൽ സർഗപരമായ മറ്റു ശേഷികളുണ്ട്, അല്ലെങ്കിൽ കായികപരമായ കഴിവുണ്ടെങ്കിൽ അതെല്ലാം ഒരു സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ വിദ്യാഭ്യാസ കാലത്ത് അതിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ പോകും. മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് സമ്മാനം നേടും. അപ്പോൾ ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒരു ജോലിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സാധാരണ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകില്ല. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എൽമായ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പുന്നപ്ര കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനിയിൽ ഓട്ടം, ഹൈ ജംപ്, ലോങ് ജംപ്, ട്രിപ്പിൾ ജംപ്, ഷോട്ട് പുട്ട്, ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, നടത്തം എന്നീ ഇനങ്ങളിൽ സീനിയർ, സൂപ്പർ സീനിയർ, മാസ്റ്റേഴ്സ് എന്നിങ്ങനെ 3 തരംതിരിച്ചാണ് മത്സരങ്ങൾ നടത്തിയത്. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PC ശ്രീകുമാർ, P സന്തോഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PP അനിൽകുമാർ, അരുൺകുമാർ, ജോയിന്റ് സെക്രട്ടറി ബൈജു പ്രസാദ്, ട്രഷറർ N അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി C സിലീഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരള സംസ്ഥാന നെൽനാളികേര കർഷക ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ജോസഫ് മുരിക്കന്റെ 50ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടത്തി. ആലപ്പുഴ ചടയൻമുറി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് സാമൂഹിക പ്രവർത്തകൻ ജോസഫ് മാരാരിക്കുളം ഉദ്ഘാടനം ചെയ്തു. അതിരൂക്ഷമായ ഭക്ഷ്യക്ഷാമം ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ പരിഹാരം കണ്ടെത്തുവാൻ കായൽ നിലങ്ങൾ നികത്തി കൃഷിസ്ഥലമാക്കി മാറ്റിയ പ്രഗത്ഭനായ കാർഷിക ഗവേഷകനായിരുന്നു ജോസഫ് മുരിക്കനെന്നും അദ്ദേഹത്തെ കായൽ രാജാവെന്നും കുത്തക കൃഷിക്കാരനെന്നും കർഷക മുതലാളി എന്നുമൊക്കെ കളിയാക്കി വിളിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു എന്നും ഇന്ന് ജനമതെല്ലാം തിരുത്തിക്കൊണ്ട് ഒരു മാതൃകാ കൃഷിക്കാരനാണ് അദ്ദേഹമെന്ന് വിളിക്കുവാൻ തുടങ്ങിയെന്ന് ജോസഫ് മുരിക്കന്റെ 50ാം ചരമവാർഷിക ദിനാചരണ പരിപാടിയിൽ അഭിപ്രായപ്പെട്ടു. കേരള സംസ്ഥാന നെൽനാളികേര കർഷക ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ചടയൻമുറി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി സാമൂഹിക പ്രവർത്തകൻ ജോസഫ് മാരാരിക്കുളം ഉദ്ഘാടനം ചെയ്തു. കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ഒരു മനുഷ്യൻ അതിന്റെ ചിന്തയിലേക്ക്, ഒരു കുട്ടനാട്ടുകാരനായ കർഷകന്റെ ചിന്തയിലേക്ക് ചെന്ന ഒരു ആശയമാണ് കായൽ നികത്തി വിളവുണ്ടാക്കിയെന്നുള്ളത്, കൃഷിസ്ഥലം ഉണ്ടാക്കിയെന്നുള്ളത്. കാരണം ഇത്രയധികം ചിന്തകൾ ഒരു എഞ്ചിനീയറിംഗ്, അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയറോ എഞ്ചിനീയറോ ഒന്നുമില്ല, അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ചെല്ലുകയും ഏകദേശം അന്ന് തിരുവായ്ക്ക് എതിർവായില്ലാത്തൊരു കാലഘട്ടമാണ്. മഹാരാജാവിന്റെ കൺസെന്റോടുകൂടി ആ കാര്യങ്ങൾ ചിന്തിക്കുകയും ആ ഏകദേശം 3000-ലധികം ഏക്കർ കൃഷിസ്ഥലം ആക്കുന്നതിന് വേണ്ടി, കായൽ കൃഷിസ്ഥലമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ടെക്നോളജികളെല്ലാം മരക്കുറ്റിയും അതുപോലെ മുളയും മറ്റുള്ളതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കായല് കൃഷിസ്ഥലമാക്കിക്കൊണ്ട് നമ്മള് കേരളത്തിന് ഊട്ടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ച ഒരാളാണ്. കാർഷിക രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ജോസഫ് മുരിക്കന് ഉചിതമായ സ്മാരകം കുട്ടനാട്ടിൽ സ്ഥാപിക്കണമെന്ന് സമ്മേളനത്തിൽ മുഖ്യപ്രസംഗം നടത്തിയ കർഷക ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബേബി പാറക്കാടനും അഭിപ്രായപ്പെട്ടു. കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി T കുര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തോട്ടങ്കൽ ജോർജ് ജോസഫ്, ME ഉത്തമക്കുറുപ്പ്, ബേബിച്ചൻ ചെമ്മോത്ത്, H സുധീർ, രാജു പള്ളിപ്പറമ്പിൽ, ടോം ജോസ് ചമ്പക്കുളം, ആശാ കൃഷ്ണാലയം, N സദാശിവൻ നായർ, ഹക്കീം മുഹമ്മദ് രാജ, S പ്രേംകുമാർ, N മിനിമോൾ, KB ഉണ്ണി, S മൂർത്തി എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പുറക്കാട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം മഴവില്ല് 2024 അമ്പലപ്പുഴ MLA H സലാം ഉദ്ഘാടനം ചെയ്തു. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ ചടങ്ങിൽ അധ്യക്ഷനായി. പുറക്കാട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം മഴവില്ല് 2024 അമ്പലപ്പുഴ MLA H സലാം ഉദ്ഘാടനം ചെയ്തു. മാർസ്ലീവ പള്ളി പരിഷാളിൽ സംഘടിപ്പിച്ച കലോത്സവത്തിൽ പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ അധ്യക്ഷനായി. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് വിവിധ മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ മനു, സുഭാഷ് രാജ്, അമ്പിളി, അർജുൻ ലൈജു, കനിഷ് കുമാർ, കരുവാറ്റ ജയപ്രകാശ്, കലോത്സവ ലോഗോ രൂപകൽപ്പന ചെയ്ത അങ്കണവാടി പ്രവർത്തക ആശ എന്നിവരെ H സലാം MLA അനുമോദിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രിയ അജേഷ്, അഡ്വക്കേറ്റ് VS ജിനുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R ഉണ്ണി, അംഗങ്ങളായ D മനോജ്, M ശ്രീദേവി, രാഹുൽ, പ്രസന്ന കുഞ്ഞുമോൻ, G സുഭാഷ് കുമാർ, E ഫാസിൽ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സജിത, മുജീബ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ഉപാധ്യക്ഷ VS മായാദേവി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ജലജീവൻ മിഷൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി പ്രദേശവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ UDF ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ആലപ്പുഴ പ്രോജക്ട് മാനേജറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി.
ജലജീവൻ മിഷൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിനോദ് കുമാറിന്റെയും UDF അംഗങ്ങളുടെയും നേതൃത്വത്തിൽ കേരള വാട്ടർ അതോറിറ്റി പ്രോജക്ട് ഡിവിഷൻ ആലപ്പുഴ പ്രോജക്ട് മാനേജറുടെ കാര്യാലയത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പരിപാടി KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ജലജീവൻ മിഷന് വേണ്ടിയിട്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് റോഡ് മുറിച്ചിട്ടതിന് ശേഷം അത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച്. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ജലജീവൻ മിഷനോ വാട്ടർ അതോറിറ്റിയോ അതുമായി ബന്ധപ്പെട്ട ആളുകളോ അതിന് പുല്ല് വില പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പ്രതിഷേധ സമരങ്ങൾ നടത്തേണ്ടതായിട്ട് വരുന്നത്. അവർ പറയുന്നത് എത്ര വലിയ കാര്യമാണ്. തൃക്കുന്നപ്പുഴ എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ആ ഗ്രാമപ്രദേശത്ത് 50 റോഡുകൾ വെട്ടിമുറിച്ചിട്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഞങ്ങളാരും വികസനത്തിനെതിരല്ല. ജലജീവൻ മിഷൻ അടക്കമുള്ള ഒട്ടേറെ പദ്ധതികൾ നമുക്കറിയാം. ഗ്രാമീണ മേഖലയിലെ പൈപ്പ് സ്ഥാപിച്ചുകൊണ്ട് ശുദ്ധമായ കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് UPA ഗവൺമെന്റും കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റുമാണ്. പക്ഷെ ഞങ്ങൾ വികസനത്തിനെതിരല്ല. പക്ഷെ വികസനം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടായിരിക്കണമെന്ന്. തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S വിനോദ് കുമാർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ CR തൃക്കുന്നപ്പുഴ, B അമ്മിനി ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പടന്നയിൽ മുഹമ്മദ് കുഞ്ഞ്, S ദീപു, CDS ചെയർപേഴ്സൺ ഷീജ ബോസ് എന്നിവർ കുത്തിയിരിപ്പ് സമരത്തിന് നേതൃത്വം നൽകി. അമ്പലപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV മനോജ് കുമാർ, ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S ഗോപകുമാർ, RSP ജില്ലാ കമ്മിറ്റി അംഗം R ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് റിനു ഭൂട്ടോ, പ്രവാസി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഷാജി ജമാൽ, ഇക്ബാൽ നൂറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് ആലപ്പുഴയും ജില്ലാ ടൂറിസം പോലീസും സംയുക്തമായി ബീച്ച് ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ ബീച്ചിൽ നടത്തിയ ശുചീകരണ പരിപാടി ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ട് ആലപ്പുഴയും ജില്ലാ ടൂറിസം പോലീസും സംയുക്തമായി ആലപ്പുഴ ബീച്ച് ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ബീച്ച് ക്ലീനിംഗ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരും കപ്പ് ഓഫ് ഗ്ലാസ് കുടിക്കുന്ന ഒന്നിങ്ങനെ നോക്കിയിട്ട് മെല്ലെ താഴെ അങ്ങിടും. ആരും കാണുന്നില്ലെങ്കിൽ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കും. ആ ഒരു കൾച്ചർ നമ്മളിൽ നിന്ന് മാറ്റണം. ഇറ്റ് ഷുഡ് ബി ആൻ ഇന്നർ തിങ്. നമുക്ക് തന്നെ തോന്നണം ഈ വേസ്റ്റ് ഒരു ഇതല്ലാതെ. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ കുറച്ച് നേരം ഒരു 100 മീറ്ററോ 200 മീറ്ററോ ക്ലീൻ ചെയ്തതിനെ കൊണ്ട് ഈ ഏരിയ മുഴുവൻ ക്ലീൻ ചെയ്യുന്നുള്ള പ്രതീക്ഷയൊന്നും ഇപ്പോൾ നമുക്കില്ല. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ഈ മെസ്സേജ് ഈ കാണുന്ന ആളുകൾക്കും ഇത് വൈറലാവുന്നതോടുകൂടി ഇത് എത്രത്തോളം സോഷ്യൽ മീഡിയകളിലൂടെ പോകുന്നുള്ളതും ഇമ്പോർട്ടൻസ് അനുസരിച്ചിരിക്കും. അറ്റ്ലീസ്റ്റ് ഇതോട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറേ ആളുകൾക്ക് ഈ മെസ്സേജ് കിട്ടും. അപ്പോൾ ഹോപ്പ് ദ ബെസ്റ്റ്. പൊതുസ്ഥലത്ത് ശുചീകരണ പ്രവർത്തനം നടത്തി വലിയ സന്ദേശമാണ് കുട്ടികൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. SDV ബോയ്സ്, ലജനത്തുൽ മുഹമ്മദിയ എന്നീ സ്കൂളുകളിലെയും 100ഓളം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും ടൂറിസം SI ബേർലി ജോസഫ്, SPC അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ MS അസ്ലം, ഓഫീസ് അസിസ്റ്റന്റ് അഖിൽ, അധ്യാപകരായ മഞ്ജിത് തോമസ്, അനസ്, അനീഷ്യ, പ്രീജാബി മേനോൻ, ടൂറിസം പോലീസ് ഉദ്യോഗസ്ഥരായ രാജേഷ്, V ശ്രീകല, സുനിൽ കുമാർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്കിലെ ദിനനിക്ഷേപ ഏജന്റുമാരുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H സലാം സമരപ്രഖ്യാപന കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ബീച്ചിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന സഞ്ചാരികളുടെ ആവശ്യം ശക്തമാകുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം ബീച്ചിലേക്ക് എത്തുന്നവർ ഭീതിയോടെയാണ് ഇവിടെ സമയം ചിലവഴിക്കുന്നത്. കേരള NGO യൂണിയൻ റെഡ് സ്റ്റാർ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ ജീവനക്കാരുടെ ജില്ലാ കായികമേള നടത്തി. അമ്പലപ്പുഴ MLA H സലാം കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സംസ്ഥാന നെൽനാളികേര കർഷക ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ജോസഫ് മുരിക്കിന്റെ 50ാം ചരമവാർഷികാനുസ്മരണ സമ്മേളനം നടത്തി. ആലപ്പുഴ ചടയൻമുറി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് സാമൂഹിക പ്രവർത്തകൻ ജോസഫ് മാരാളിക്കുളം ഉദ്ഘാടനം ചെയ്തു. പുറക്കാട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം മഴവില്ല് 2024 H സലാം MLA ഉദ്ഘാടനം ചെയ്തു. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.